ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിൻ്റെ കുഞ്ഞാവ ദർസുക്ക് പോകുന്ന ദിവസം കേട്ടോ. 8 മണിക്ക് എനിക്ക് പോകണം, 8:30 എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് അടുപ്പത്തിടാൻ നോക്കാം കേട്ടോ. ചോറ് അടുപ്പത്ത് ഇട്ടിപ്പോൾ തലേന്നത്തെ ചാറ് ചൂടാക്കാൻ വണ്ടികൾ പോണ സൗണ്ടാട്ടോ അധികം. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് വോയിസ് കൊടുക്കുന്നത്. സമയമില്ല. ചൂടാക്കുന്നുണ്ട്, അരി അടുപ്പത്ത് വോയിസ് ഇടാതെ ഇട്ടാൽ നിങ്ങൾക്കൊരു ബോറാവില്ലേ? കാരണം ചായ ഉണ്ടാക്കണം, പുട്ടുണ്ടാക്കണം. അപ്പോൾ ചോറടുപ്പത്ത് അരിപ്പട്ടിട്ടുള്ളൂ കേട്ടോ. നിയമനം നോക്കാം കേട്ടോ. നമുക്ക് 8 മണിക്ക് പോകണ്ടേ? ഇന്നത്തെ ചാനൽ മോന്തി 8:30 കഴിച്ചപ്പോൾ ചൂടാക്കട്ടെ വെച്ചിട്ട് രാവിലെ ചൂടാക്കിയാൽ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണി ഞാൻ റോട്ടിൽ കൂടെ വേണ്ട കൊടുക്കണേ. അപ്പോൾ ശരി. പുട്ടുപൊടിയുടെ പാക്കറ്റ് കൊടുന്നതാ തലേന്ന് കൊണ്ടിച്ചാട്ട് രാത്രിക്ക്. അപ്പോൾ പുട്ട് ചൂടാച്ചിട്ട് പുട്ടും പപ്പടും പൊരിക്കാം. പുട്ടക്ക് എളുപ്പപ്പണിയൊക്കെ നോക്കുകയാണ്. 8 മണിയാകുമ്പോഴൊക്കെ കഴിയണ്ടേ. ഒക്കെ കഴിയാൻ പറഞ്ഞാൽ ചോറും കൂട്ടാനാവണം, ചായയും കടി ആവണം, തിരുമ്പിക്കുളി ചെയ്യണം, എല്ലാം കഴിയണം. കുളി മാറ്റലും 8 മണിയാകുമ്പോഴത്തേന് കഴിയണം, എന്നാലുള്ളൂ. പിന്നെ ഇന്ന് കുഞ്ഞാവാക്ക് 8 മണിക്ക് പോകുമ്പോൾ എനിക്ക് 8:30 പോകേണ്ടത്. എന്നാൽ തന്നെ 8 മണിയാകുമ്പോഴത്തേന് കഴിയണം, എന്നാലുള്ളൂ. പിന്നെ ചോറ് പാത്രത്തിലാക്കലും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. 8 മണിയാകുമ്പോഴത്തേന് എന്നും എല്ലാ പണിയും കഴിയണം. ഒരു കടച്ചില രാവിലെ. എല്ലായിടത്തും കൂടെ കയ്യെത്തിയിട്ട് പോകണ്ടേ, തിരുമ്പണ്ടേ. ഒക്കെ കഴിഞ്ഞാൽ തിരുമ്പാൻ കേട്ടോ. ഒരു 7-7:15 തിരുമ്പാൻ നിൽക്കും. 8 മണിയാകുമ്പോൾ കുളിച്ച് കയറും. എന്നിട്ട് മാറ്റലും 2 റക്അത്ത് നിസ്കരിക്കലും കഴിഞ്ഞിട്ട് ചോറും പാത്രത്തിലാക്കിയിട്ട് ഒറ്റ പോക്കാം. 8:30 അപ്പത്തിന് 8:30 ആവും കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ നേരം വെളുക്കുമ്പോൾ തീരെ ടൈമില്ല. അപ്പോൾ നേരത്തെ സൂചി പായാണ്. പിന്നെ സൂചി മെല്ലെ പോകുള്ളൂ. ഇവിടെ കമ്പനി പോയിരുന്ന സൂചി പോകുന്നല്ല കേട്ടോ. സമയം പോകുന്നല്ല. അവരിങ്ങനെ അടിക്കാൻ കൊടുന്നേരി അതിങ്ങനെ അടിക്കുക, ശരിയായില്ലെങ്കിൽ കഴിക്കുക, പിന്നെ അടിക്കുക, എന്നെ പണി. ഞാനിപ്പോൾ പുതിയതല്ല, കാരണം എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടേ അവർ പറഞ്ഞു തരും പോലെ അടിക്കും. അടിച്ചാൽ അവർ പറഞ്ഞ പോലെ ആവില്ല, അവർക്ക് ചെറുത്താവില്ല. അപ്പോൾ കഴിക്കണം, പിന്നെ അടിക്കണം. അങ്ങനെ ഇട്ട് എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ശീലമായി കിട്ടണം. വലിയ കമ്പനി കേട്ടോ, മലബാർ ട്രേഡിങ് കമ്പനി പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അതിലെല്ലാം ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട് കയ്യിൽ. അങ്ങനത്തെ ഒരു കമ്പനിയാണ്. 10 കൊല്ലമായാലും 20 കൊല്ലമായാലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല പ്രാക്ടീസാണ്. എന്തടിക്കാൻ പറഞ്ഞാലും വേണ്ട അടിക്കും. എനിക്കൊന്ന് കൊടുന്നെടുത്താൽ മതി. അപ്പത്തേക്ക് ഞാൻ അടുപ്പത്ത് ചായ വെച്ചേക്കും കേട്ടോ. അപ്പുറത്തെ അടുപ്പത്ത് അത് തിളച്ചിക്കും. അതാ പുട്ടുമായിൽ വെള്ളം വെക്കുന്നുണ്ട് പുട്ട് ചൂടാൻ. അങ്ങനെയൊക്കെയാണ്. പിന്നെ മഗ്‌രിബിക്ക് വന്നിട്ടാണ് കേട്ടോ ളുഹർ നിസ്കരിക്കാനും. മഗ്‌രിബ് പറഞ്ഞാൽ 5:40 ഒന്ന് വിടുക. 5:30 പറഞ്ഞിരുന്നു, നോക്കുമ്പോൾ 5:40 വിടുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് 6 മണി. പിന്നെ ഒളിച്ച് ഡ്രസ്സൊക്കെ മാറി നിസ്കരിക്കുമ്പോഴത്തേന് അസർ ചിലപ്പം കിട്ടും, ചിലപ്പോൾ അസറും കിട്ടില്ല. ളുഹർ എന്തായാലും കാലായി കേട്ടോ. ആദ്യം അസർ നിസ്കരിക്കും കേട്ടോ, കിട്ടും വെച്ചിട്ട്. ചിലപ്പോൾ പകുതിയാ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടും. അപ്പത്തിന് ആരൊക്കെ ഫോൺ വിളിക്കും വന്നാൽ, കാരണം നേരെ പോകും. കുഞ്ഞാവ ദർസിന്ന് വിളിക്കും. അവനക്ക് അസറിന് ശേഷം മഗ്‌രിബ് വരെ ഫോൺ വിളിക്കാം. അപ്പോൾ ഞാൻ വരുന്ന നേരത്താണ് വിളിക്കുക. 6 മണിക്കൊക്കെ ഞാൻ ഫോൺ വിളിക്കുക. അപ്പോൾ വർത്തമാനം പറയാൻ നിന്നാൽ, കുറച്ചധികം നേരം പറയാൻ നിന്നാൽ അസർ തീരെ കിട്ടൂല. അസർ കഥാകും, അല്ലെങ്കിൽ അസർ ചിലപ്പം കിട്ടും. അങ്ങനെയൊക്കെയാണ്. ളുഹർ എന്നും കഥാണ്, കാരണം പോകാനല്ലേ മൂടില്ല കേട്ടോ.
പിന്നെ അസറ് ളുഹറ് ഒക്കെ നിസ്കരിച്ച് മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ഓതാനായിക്കൂല കഴിഞ്ഞിട്ട് കുറച്ചെന്തേലൊക്കെ ഓതും. എന്നിട്ട് അപ്പത്തിന് ഇശാ കൊടുക്കും. ഇശാ നിസ്കരിക്കും. വീണ്ടും അടുക്കള കയറിട്ടോ. പിന്നെ മീനോ കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ മുടുകയോ പപ്പടം എന്തെങ്കിലും പൊരിക്കാനുണ്ടാവും. ഇവിടെ അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ 11 മണിയാകും കിടക്കാൻ. പിന്നെ 4 അലാറം വെച്ച 5 മണി 5:30 നീക്കാൻ വൈക്കൂല. കടന്നാൽ നേരം വൈകി കടന്നിട്ടു. പിന്നെ വൈകുന്നേരം ഒഴിവില്ലല്ലോ. അങ്ങനെയൊക്കെ പാടെയാണ് ഇപ്പോഴത്തെ ജീവിതം. പോവാൻ തോന്നില്ല. ദിവസം വിചാരിക്കും നാളെ പോകില്ലാന്ന്, പിന്നെ നേരം വെളുത്താൽ പോവും. എന്താ അടവിന് അതിലൊക്കെ പൈസ എടുത്തിട്ട് തറയിടണം വിചാരിക്കുക. അടക്കും വേണ്ട, അടക്കാനും വേണ്ട നമ്മൾ കാണുക. ഇപ്പോൾ പോകാതെ കുത്തിയിട്ടൊന്നും കാര്യമില്ല. പോകാതെ കുത്തിയിരുന്ന അതിന് ഇതുവരത്തെ പോലെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ മാപ്പിളക്ക് ഒരു ചിന്തയില്ല, വീട് വേണം പെര വേണം എന്നൊന്നും. മക്കൾ വലുതായി. നമ്മൾ കടം മേടിക്കുമ്പോൾ കടം വീട്ടാൻ കാണാതെ മേടിച്ചിട്ട് കാര്യമല്ലോ. കടം മേടിക്കണ തന്നെ പേടിയാണ്. പിന്നെ ആരും തരാനുമില്ല, സഹായിക്കാനൊന്നും ആളൊക്കെ ഉണ്ട്, പക്ഷേ തരാൻ പറ്റിയവരാരുമില്ല. അതാണ് അവസ്ഥ. ഞങ്ങൾ 8 മക്കളുണ്ട്. 5 പെണ്ണും 3 ആണുണ്ട് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും. പക്ഷേ ഒക്കെ ഒരേ ലെവലിന്മാരാ. എല്ലാവർക്കും പെരണ്ട് കേട്ടോ. 3 ആണുങ്ങളുണ്ട്, അവർക്ക് പെരല്ല. അവർക്ക് ഇനി ഒരു പെരാകണം. അവർക്കൊക്കെ തന്നെ ഇപ്പം പെരല്ലാത്ത. അവറ്റക്കും പെരാകണം, ഒക്കെ പെരാവണം. 2 ആങ്ങളാരുണ്ട് കല്യാണം കഴിക്കാൻ. പെരല്ലായിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. ഞാൻ അന്ന് വീഡിയോയിൽ ഇട്ടില്ലേ ഒരു പെര, ഞങ്ങൾ ആൾ താമസമല്ലാതെ പറഞ്ഞിട്ട്. അതാണ് ഞങ്ങളുടെ വീട്. ഇതിൽ 2 ആങ്ങളാർക്ക് 3 ആങ്ങളാർക്കുള്ള വീടാണ്. പക്ഷേ അതിക്കൊക്കെ ഇപ്പോൾ ആരോ പെൺകുട്ടികളെ തരിക. അവറ്റകളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഉമ്മയില്ല. ഉമ്മ ഉണ്ടെങ്കിൽ എങ്ങനെയാലൊക്കെ പേര കയറ്റിയിരുന്നു. എനിക്കും കയറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കും കയറ്റിയിരുന്നു. പക്ഷേ ഉമ്മ ഇല്ലാതായി, അനാഥരായി ഞങ്ങൾ. ഇപ്പം 2 ആൾക്കും പാടെ ഒരു തണക്കാരന്മാരൊക്കെ കല്യാണം നിശ്ചയം നിക്കാഹൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഇപ്പോൾ വയസ്സധികമായിട്ടൊന്നുമില്ല, 25 വയസ്സ് കഴിഞ്ഞു. 26ാമത്തെ വയസ്സാണിത്. പക്ഷേ ഉമ്മയില്ല. ഞാനിരുന്നു അവിടെ. ഞാനവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഒരു ഏട്ടത്തിനോടെ ഉണ്ടായിരുന്ന ഒരു ഏട്ടത്തിയുണ്ട്, താത്ത. അവരോടാണ് ഇപ്പോൾ അവർ 2 ആളും. ഞാൻ പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്നൊക്കെ വീടാവൂല. എൻ്റെ മക്കൾ വലുതായി. അപ്പോൾ പിന്നെ അവർക്കൊരു ശല്യമായി. അവർ ദണ്ടിക്കണമൊന്നും കാണാനില്ല. അങ്ങനെയൊക്കെ പാടെ പിന്നെ അവരെ വിചാരിച്ചിട്ട് തന്നെ പോകുന്നു. അവർ ദണ്ടിക്കണ മക്കളെ തീറ്റു നോക്കുകയും ചെയ്താൽ പിന്നെ അവറ്റക്കും വേണ്ടേ. ഇപ്പോൾ പോന്നിട്ട് ഒരു കൊല്ലമായി. എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴും പെരക്കൊന്നും ആയിട്ടില്ല. ഒരു പെര വാങ്ങാൻ കിട്ടിച്ച ലോണും കുറിയൊക്കെ കിട്ടാണ്ട്. അതൊക്കെ പാടി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ സങ്കടമുണ്ട്. എൻ്റെ കാര്യത്തിനേക്കാൾ സങ്കടം മറ്റുള്ള കാര്യത്തിലുണ്ട് കേട്ടോ. അതൊക്കെ പഠിച്ചവനോട് പറയാം. പിന്നെ ഒക്കെയാണ് വിശേഷങ്ങൾ. ഞാനിപ്പോൾ പോയി വന്നിട്ട് രാത്രി വോയിസ് കൊടുക്കും. കഴിഞ്ഞിട്ട് ഇവിടെ കടന്നിട്ടും വോയിസ് കൊടുക്കും. എന്താല്ലേ ഈ സാധാരണക്കാർക്കൊക്കെ ഒരു വീടൊക്കെ ആണെങ്കിൽ സാധാരണക്കാരുടെ സ്വപ്നം പോവണ നല്ല പാടാ. പഞ്ചായത്ത് കയറി കൊടുത്തിട്ടോ.
അന്ന് പഞ്ചായത്തോടിൻ്റെ മുന്നേ അവർ പറഞ്ഞു പാസ്സായിക്കണു പറഞ്ഞിട്ട് മീറ്റിങ്ങിന് വിളിച്ചു. ഇവിടെ വന്ന് നോക്കി ഫോട്ടോസാണ് ഒക്കെ. അപ്പോൾ അവർ പറയാം പാസ്സായിട്ടില്ല. ഇനി അവരെ പിന്നാലെ ഇങ്ങനെ നടന്ന് എഴുതി കൊടുത്ത് അവർക്ക് വെച്ച് കൊടുക്കും. നമുക്ക് തരൂല. അതുപോലെ വോട്ടായെന്ന് ഓരോ വോട്ട് ചോദിച്ചിട്ട് അവർ വരില്ല. എന്തിനും സഹായിക്കണം. അതാണ് വോട്ടർമാരുടെ അവസ്ഥ. ആരും വരില്ല കേട്ടോ. UDF വന്നിട്ടില്ല ഇങ്ങോട്ട് വോട്ട് ചോദിച്ചിട്ട്. LDF ഒരു കുട്ടി പോലും വന്നിട്ടില്ല വോട്ട് ചോദിച്ചിട്ട് കേട്ടോ. സഹായിക്കേണ്ടി വെച്ചിട്ടാണ്. പഞ്ചായത്തോടിനും അതെ, ഇപ്പോൾ ഈ പാർലമെൻറ്റ് വോട്ടിനും അതെ. ഒരു മനുഷ്യ വോട്ട് ചോദിച്ച് വരേണ്ട വന്നില്ല. അങ്ങനെ സങ്കടം വരുന്നിട്ട്. കാരണം അവർ വലിയ ഇടത്തേക്കൊക്കെ സഹായിക്കേണ്ടതൊക്കെ ചെല്ലും. അവർക്ക് പറ്റിയവരൊക്കെ സഹായിക്കും. അവർ ചെല്ലും വോട്ട് ചോദിക്കും. അതെന്നാലും പോയിട്ട് വോട്ട് ചെയ്തു കേട്ടോ. വോട്ട് ലിസ്റ്റ് തറവാട്ടിൽ കൊടുത്തിരുന്നു. തറവാട്ടിൽ കുട്ടികൾ ചെല്ലുമ്പോൾ അത് ഉമ്മ കുട്ടികളെ കൊടുത്തയച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി വോട്ട് ചെയ്തു. ഞാനും പോയി. എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഞാൻ പോയി വോട്ട് ചെയ്തു. മാപ്പിള പണിക്ക് പോയി. പണി മാറ്റി വന്നിട്ട് 6 മണിയുടെ മുന്നേ 5:30 ശേഷമായിട്ട് പോയിട്ട് അവർ വോട്ട് ചെയ്തിരിക്കണം. പാവങ്ങളൊന്നും ആർക്കും വേണ്ട. അവരങ്ങനെ ജിജു ഇങ്ങനെ ജിജു എന്നൊക്കെ പറയും. 2 കൂട്ടക്കാരും അർഹതപ്പെട്ടവർക്ക് അവരൊന്നും ജിജൂല കേട്ടോ. ഉറപ്പാ. വലിയ വലിയ ആൾക്കാരെ നോക്കിയിട്ട് സഹായിക്കും ജിജൊക്കെ ജിജു. എൻ്റെ കുടിയിലൊക്കെ ആകുമ്പോൾ എത്ര വട്ടാ എല്ലാവരും വോട്ട് ചോദിച്ചു തരാ ചേട്ടാ. 100 വട്ടയിലും ഒരു പാർട്ടിക്കാർ വന്നാൽ ഒരു പ്രാവശ്യം ഒരാൾ വന്ന് ചോദിക്കണ്ടേ? ഇല്ല, ചോദിച്ചിട്ടില്ല. അവർക്ക് വോട്ട് ചെയ്യരുത്. നമ്മുടെ അവകാശം അല്ലേ വെച്ചിട്ട് പോയി ചെയ്തു. അവർക്കറിയാം നമ്മളോടൊക്കെ വന്നിട്ട് വോട്ട് ചോദിച്ചാൽ അവരെ മേത്ത് തട്ടുന്നു. എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടി വരുന്നു. സ്ഥലം ഇങ്ങനെ വെറുതെ അതായത് സ്ഥലം കിടക്കണല്ലോ. സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്ഥലം മേടിക്കുമ്പോൾ അവർ സ്ഥലം നോക്കി ഞങ്ങൾ സഹായിക്കാം. അത് സ്ഥലവും കിടക്കുന്നുണ്ട്, ആളുണ്ട്. അപ്പോൾ അവർക്കറിയാം നമ്മളോടൊക്കെ വന്നിട്ട് വോട്ട് ചോദിച്ചാൽ സഹായിക്കേണ്ടി വരും. അതേക്കാരം എത്താണാവും. വലിയ വലിയ ആൾക്കാരെ സഹായിക്കും. അവരോടൊക്കെ പോയി വോട്ട് ചോദിക്കും. നമുക്ക് വോട്ട് ചോദിക്കാൻ ആളില്ല. നമ്മളെന്നാലും വോട്ട് പോയി ചെയ്തു. അത് നമ്മുടെ അവകാശം. ഇനിയിപ്പോൾ അവർ ജയിച്ചു. ഇനി അവർ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ സഹായിക്കൽ അവരെ കടമ. അല്ലെങ്കിൽ പഠിച്ചവനോട് അവരെന്നെ മറുപടി പറയണല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർ നിൽക്കാതിരിക്കണം. നിന്നാൽ പിന്നെ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിലായാലും പാർലമെൻറ്റിലായാലും നിന്നാൽ പിന്നെ ആ വാർഡത്തി ആ ഇതൊക്കെ ഉത്തരവാദിത്തം ജയിച്ചവരുടെ ഏറ്റെടുക്കണം. ഒരാളെ ഒഴിവാക്കരുത്. ഒഴിവാക്കി അവർ കണ്ണിൽ കണ്ടില്ല അവരെ പറ്റിയിട്ട് പടച്ചോ ഞങ്ങളെ ചോദിക്കന്നെ ചെയ്യും. അപ്പോൾ അവരെന്നെ മറുപടി പറയണം. നമ്മളായാലും അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എഴുതി കൊടുത്തിട്ട് പാസ്സായിട്ടു. അപ്പം ഞാൻ അവിടെ വെച്ചൊക്കെ കിട്ടിയിരുന്നു. അവിടെ പെണ്ണുങ്ങളിലായിട്ട് പെണ്ണുങ്ങളെ പേരല്ല കിട്ടുക. എൻ്റെ പേരല്ല ഇക്കാച്ച തരും. പക്ഷേ ഇക്ക അവിടെ കിട്ടി. എൻ്റെ മക്കളുടെ നാട് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വേണ്ടേ. പിന്നെ എൻ്റെ നാത്തൂൻ്റെ വെച്ച പേര് കാർഡിലുണ്ടാകുന്നില്ല. ഓൾക്ക് എന്തോ കിട്ടൂല. ഓൾക്ക് പേരൊക്കെ കാർഡിലേക്ക് ആക്കി ഓളെ പേരിൽ ആധാർ ഇതൊക്കെ കൊടുത്താൽ ആങ്ങളുടെ അവളൊക്കെ കൊടുത്താൽ തരാമെന്നൊക്കെ പറഞ്ഞു. തരാമെന്ന് പറയില്ല. അവർ കാർഡിൽ ഒരാളൊന്ന് പാസ്സായിട്ടുണ്ട്. മീറ്റിങ്ങിന് പോയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാ ആ കാർഡിലുള്ള ഒരാൾക്ക് പേരുണ്ടെങ്കിൽ വരെ കിട്ടൂല. വീടിന് എഴുതി കൊടുക്കുമ്പോൾ കാർഡിൽ പേരുണ്ടാവില്ല. ആ പേരുള്ള ഒരാൾക്ക് പേരുണ്ടെങ്കിൽ പിന്നെ പേര കിട്ടൂല. അല്ലെങ്കിൽ ഞാൻ നാത്തൂൻ്റെ പേരിൽ എടുക്കാമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എൻ്റെ ചെറിയ ആങ്ങളുടെ പേരിലൊക്കെ. അപ്പോൾ വിയോടെ അടുത്തേക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ വിയോ പറഞ്ഞ് എൻ്റെ ചെറിയ അൻസത്തിനിപ്പോൾ 4 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അവളെ കെട്ടിയവനക്ക് പേരുണ്ട്. കാരണം ഞങ്ങൾക്ക് പേര കിട്ടൂല.
ആൾ പറഞ്ഞിട്ട് കുടിയിലും കിട്ടിയിട്ടില്ല. നല്ല ഇപ്പോൾ അവസ്ഥ. ഞാൻ അതിന് വേണ്ടി കുറേ നടന്നു കേട്ടോ, കുറേ കടലാസൊക്കെ ശരിയാക്കി. ലാസ്റ്റ് എന്താ പറയുന്നത്, VO എന്നോ കാർഡിൽ വീടിന് എഴുതി കൊടുക്കുമ്പോൾ കാർഡിൽ പേരിൽ ഒരാൾക്ക് വീടുണ്ടെങ്കിൽ വീട് കിട്ടൂല എന്നിട്ട് ഇത് കിട്ടി. അല്ലെങ്കിൽ നാത്തൂൻ്റെ പേരിലോ ആങ്ങളുടെ പേരിലോ ഒക്കെ ആക്കാതിട്ട് കുറേ നടന്നു, അത് കിട്ടിയില്ല. അങ്ങനെ ഉണ്ടായി അവിടെ. അപ്പോൾ അതാ പുട്ടുക്ക് പപ്പടം പൊരിക്കാട്ടോ. പുട്ടുക്കും ചോറുക്കൊക്കെ കൂട്ടാച്ചിട്ട് അവനക്ക് ചായ കൊടുക്കണം. മൂത്തച്ഛൻ്റെ മോനും അവനെ പോകണം. അപ്പോൾ മൂത്തച്ഛ ആക്കി കൊടുക്കണം കേട്ടോ. മഞ്ചേരിയാണ് പെരുന്തണ്ണക്ക് ആക്കിയിട്ട് പെരുന്തണ്ണന്ന് മഞ്ചേരി ബസ് കയറ്റിയിട്ട് ഉസ്താദിനെ വിളിച്ച് പറയണം. അപ്പോൾ ഉസ്താദ് മഞ്ചേരി വന്നിട്ട് അവരെ കൊണ്ടുപോകും. പെരുന്തണ്ണന്ന് താത്ത ബസ് കയറ്റിയിട്ട് ഉസ്താദിനെ വിളിക്കും മഞ്ചേരി. ഇപ്പോൾ ബസ് എത്തുമ്പോഴത്തേന് ഉസ്താദ് വന്നിട്ട് മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊയ്വില്ല, അല്ലെങ്കിൽ രണ്ടാളും ഇവിടെ ആക്കി കൊടുക്കല. ലീവ് എടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. പോവുക വെച്ചാൽ പിന്നെ സ്ഥിരം പോകണം. ലീവ് എടുക്കാൻ സമ്മതിക്കൂല. പിന്നെ എന്തേലും എമർജൻസി കേസിനൊക്കെ എടുക്കാം, അല്ല ആശുപത്രി കേസോ മരണമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലാതെ ലീവേ ഇല്ല. ഞായറാഴ്ച മാത്രം ലീവ്. അങ്ങനത്തെ ഒരു കമ്പനിയിലെ പെട്ടിക്കണ്. കമ്പനി നടക്കണമെന്നുണ്ട് കേട്ടോ. കമ്പനി 10 മണിക്ക് ചായ ഉണ്ട്, 4 മണിക്ക് ചായ ഉണ്ട്, ഉച്ചക്ക് പിന്നെ നമ്മൾ ഭക്ഷണം കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. ചായക്ക് കടി നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. കടിയില്ലാതെ ചായ കുടിക്കണ പിന്നെ കടി ഒന്ന് ഏറ്റി പോണ്ടേ. അപ്പോൾ ഞാൻ ചായയും കുടിക്കയില്ല, കടിയും കൊണ്ടുപോകലില്ല. ചോറിനെ കൊണ്ടുപോകലല്ലോ. അതിനെ തിന്നാൽ പോവില്ല. എന്താണ് ആ വരിയായി സങ്കടമൊക്കെ വരുള്ളൂക്ക്. പുറത്തിറങ്ങാതെ അങ്ങനെ ഇരുന്ന് ശീലമായിട്ടേ. അപ്പോൾ പുറത്ത് അങ്ങനെ പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴും മടിയാണ്, പോകുമ്പോഴും ഇടങ്ങറൊക്കെ ഉണ്ട്. നല്ല സങ്കടത്തോട് കൂടെ പോകണമായിരുന്നൊക്കെ. പക്ഷേ അടച്ചോനിക്കറിയാം, അടച്ചോ എന്താ കണ്ടിട്ടുണ്ടാവും. ഞാൻ പഠിച്ചോണ്ട് കുറേ പറഞ്ഞപ്പോൾ മണിക്ക് പറഞ്ഞയക്കരുത്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഒരിപ്പോൾ കടം മേടിക്കാൻ വിധിക്കരുത് പടച്ചോനെ, ഒരിപ്പോൾ പലിശക്ക് എടുക്കാൻ വിധിക്കരുതേ പടച്ചോനെ ഒക്കെ എന്നും തേടുന്നുണ്ട്. പടച്ചോൻ ഞാൻ എന്തൊക്കെ വിധിക്കണം കേട്ടോ. ആലോചിച്ചൊരു സങ്കടം വരിക. വീട് പണിക്കൊക്കെ എത്ര പൈസ വേണം. ഇങ്ങനത്തെ നാട്ടിൽ ഇങ്ങനത്തെ നമ്മളാരും സഹായിക്കുക, നമ്മുടെ അവസ്ഥ അറിയാൻ ആരുമില്ല. പഠിച്ചോനല്ലാതെ ആരുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിക്കുക. പപ്പടം പൊരിച്ച എണ്ണേലിൻ്റെ ഉള്ളി തോമിച്ചിട്ട് വയറുപ്പേരി ഒക്കെ കേട്ടോ. എളുപ്പപ്പണിയൊക്കെ നോക്കുകയാണ് വേഗം വേഗം. കൂടെ എൻ്റെ കാൽമാടെ പോയി നീര് വരിക കേട്ടോ. കാരണം കടയ രാത്രി വന്നാൽ കടച്ചിടും കഴിച്ച് ഉറക്കമില്ല. പിന്നെ എണീക്കാനും വെച്ച ഒക്കാളെ പോയി കുറേ ഉണ്ട്. ശീലായ പിന്നെ വിഷയം ഉണ്ടാവില്ല. അതൊക്കെ കാര്യം എന്താ കാട്ടും. ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഔത്തിരിക്കാൻ ഇഷ്ടമില്ലാത്തവരെ, എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമില്ലാത്ത ഞാനാണ്. ആലോചിക്കുമ്പോൾ സങ്കടം വരും. സങ്കടമൊക്കെ പിടിച്ചൊതുക്കി ഇങ്ങനെ കഴിയല്ല. അപ്പം എന്താ കാട്ടണം. ദിവസം അവിടെ നിന്ന് വിചാരിക്കും കേട്ടോ, നാളെ വരില്ല, നിർത്തണം. പിന്നെ വേനമ്പളത്തെ പോവും. നിർത്തിയ പിന്നെ അത് നിർത്തണം. പിന്നെ പറഞ്ഞാൽ വിടൊന്നുമില്ല. എന്താ മാനേജറോട് പറഞ്ഞാൽ എന്താ കാരണമൊക്കെ നേരെ പറഞ്ഞേക്കണം, എന്താ ഏതാ ഒക്കെ. വെജാന്ന് എന്തായാലും പറഞ്ഞാൽ രണ്ടാഴ്ച ലീവ് എടുത്തിട്ടുണ്ട് ആയോ.
ഇനിയിപ്പം അതിനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല, വിടൂല, നിർത്താനും പറ്റില്ല. ഉണ്ടാതെ നിർത്തണ്ടേ വരും. നിർത്തിയാൽ പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് ചെല്ലാനും പറ്റൂല, പിന്നെ പറ്റണ്ടാവില്ല, ഉണ്ടാതെ നിർത്തി. അപ്പം അതാ പുട്ടായി, പപ്പടായി. മോനിക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. മോനിക്ക് ചായ കൊടുത്തിട്ട് ഞാനും ചാടിക്കണം. എന്നിട്ട് മോനിക്കാച്ച നല്ല സങ്കടം, കയ്യിലേറെ സങ്കടം കേട്ടോ. എൻ്റെ കുട്ടി എൻ്റെ തന്നെ കിടക്കുക എന്നും ചെറുപ്പം മുതലേ. അങ്ങോട്ട് എവിടേക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ദർസ് കൊണ്ടായിട്ട് പഠിച്ചിട്ടാൽ നേരാവട്ടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വാപ്പാടെ പോലെ തന്നെ നടന്നാലേ. വാപ്പ 2 വരെ മദർസേക്കും 4 വരെ സ്കൂൾക്കൊക്കെ പോയിക്കണം. പിന്നെ ഈ ഹോട്ടലിലേക്ക് പാത്രം കഴുകാൻ പോയിട്ട് അതിൻ്റെ കൈത്തൊഴിലൊക്കെ പഠിച്ചിക്കാച്ചാൽ വലിയ കാര്യമായിരുന്നു. എൻ്റെ ആങ്ങളാര് കല്യാണം കഴിക്കാൻ, ഒരാൾ ഡ്രൈവറാട്ടോ, ഒരാൾ സോഫയുടെ വർക്കാണ്. അവൻ ഗൾഫിലാണ്, ഇപ്പോൾ വന്നിക്കാണ്. 3 മാസത്തെ ലീവിന് വന്നിക്കുക. അവൻ വരുന്നന്നാണ് ഞങ്ങൾ പെരയ്ക്ക് പോയത്. പെരയൊക്കെ അടിച്ച് തുടച്ച് 4 പുറം ഉള്ളൊക്കെ നേരാക്കി അവിടെ 2 ദിവസം നിന്നു. എന്നിട്ട് പിന്നെ പോന്നു. മോൾക്ക് മദർസ ഉണ്ട്, പിന്നൊക്കെ പോകണ്ട. പിന്നെ ഞാൻ പോലെ തുടങ്ങിയില്ലേ, അപ്പോൾ പോകുന്നതാണ്. ഇനിയിപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ടേ അവർക്കും വെറുപ്പ്, അമ്മക്കും വെറുപ്പ്. ഞാൻ അവർ കൂടി കല്യാണം കഴിഞ്ഞിട്ട് പോരാന്ന് തന്നെ വിചാരിച്ച്. അമ്മ മരിച്ചിട്ടാണ് മൂത്ത ആങ്ങളുടെയും കല്യാണം കഴിഞ്ഞ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ താഴെ കേട്ടോ. 4 പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടാണ് 3 ആങ്ങളാർ, പിന്നെ ചെറുതൊരു പെണ്ണ്. ചെറിയ അനിയത്തിയുടെയും മൂത്ത ആങ്ങളുടെയും കല്യാണം അമ്മ മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ്, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് പോകണം. അപ്പം ഇതിൻ്റെ മാപ്പിളോടെ പെര കയറ്റി വെച്ചൊക്കെ അവിടെ നിൽക്കാറ്. മാപ്പിള പെര കയറ്റണമില്ല, നടക്കുക. അപ്പം അവിടെ നിൽക്കാനും സമാധാനമില്ല. അപ്പം അങ്ങോട്ട് പോകുന്നത്. അപ്പം ചെക്കൻ വന്ന് നോക്കുമ്പോൾ സങ്കടം. തള്ളാർ പോയാലേ മക്കളുടെ അവസ്ഥ. വാപ്പാർ പോയത്തെ അടങ്ങറില്ല, തള്ളാരും മക്കളൊപ്പം ഉണ്ടാവും. വാപ്പില്ല ഒപ്പം. അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. ഇപ്പം ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിക്കണം. തിരുമ്പാൻ ഇറങ്ങണത് കഴിഞ്ഞിട്ട് അടുക്കളത്തൊക്കെ കഴിഞ്ഞാൽ തിരുമ്പാറങ്ങുള്ളൂ കേട്ടോ. പിന്നെ തുടക്കാനും മോളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൾ തുടക്കും. ഞങ്ങളൊക്കെ പോയാൽ അവൾ തുടക്കും. എന്നിട്ട് അവൾ മദർസയിൽ പോവുക. അടിച്ചോരി തുടക്കും, മരടിക്കൊക്കെ ചെയ്യും. മരന്നെ ഉള്ളു, കോട്ടൈസാകൊണ്ട് പിന്നെ മുറ്റൊന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞാണ്ട് തിരുമ്പാനിറങ്ങും. തിരുമ്പല് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് പിന്നെ അതിനോട് നിസ്കരിക്കേ മാറ്റിയൊക്കെ ചെയ്യാലോ. പിന്നെ ചോറ് പാത്രത്തിലാക്കണം, പോണം. തന്നെ ഡെയിലി വിശേഷങ്ങൾ. ചോറ് വെച്ച വേഗമല്ല കേട്ടാ. ഞാൻ ചോറ് എന്തോ വാർത്തിച്ചിട്ടുണ്ട് പോവാൻ. കുട്ടി പോണ കാര്യമൊക്കെ നമുക്ക് സങ്കടമുണ്ട്. പിന്നെ പഠിച്ച് നേരാട്ടെ വെച്ചിട്ടാണ്. അവർക്ക് നമ്മുടെ അവസ്ഥ വരരുതല്ലോ. അവർ വലുതാവുമ്പത്തിന് അവർക്കൊരു പെര നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതിനപ്പം ഞാൻ പോവാം. അപ്പം അതാ ചോറ് വെന്തിട്ടോ, വാർത്തൊക്കട്ടെ. പിന്നെ തിരുമ്പാനാണ്ട് ഇറങ്ങിയാലേ ഞാൻ ചാടി കഴിഞ്ഞിക്കണു. പിന്നെ ഞാൻ തുറന്നിട്ടാട്ടോ പോക്ക്. ഇപ്പോൾ ഈ ബസ്സിൽ കയറാച്ച 4 മിനിറ്റ് ഉണ്ട് അവിടെ എത്തും. കയറി കയറണം. ഡോർമെന്ന് കയറാനായില്ല, നടക്കാച്ചെങ്കിൽ 20 മിനിറ്റും വേണം. അപ്പം എന്തായാലും നടക്കും.
അങ്ങോട്ട് നടക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഉമ്മരത്ത് ദിവസം നിർത്തും. ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ നിർത്തില്ല, ഇവിടെ പോയിട്ട് ഇറങ്ങണം. അപ്പോൾ പിന്നെ ഒരു ബസ്സിൽ വന്നിട്ടും കാര്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണ പകുതിയും കൂടി നടന്നാൽ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തും. പിന്നെ വല്ല മടക്കോഷമൊക്കെ കിട്ടുമോ വെച്ചിട്ട് നിൽക്കണം, അതിന് നിൽക്കലുമില്ല. അവിടെ നടക്കും, ഇങ്ങനെ ഇരിക്കുകയല്ലേ, കുറേ ഇരുന്നാൽ പിന്നെ അത് നടക്കണ്ടേ. അവിടെ പോയി 9 മണി മുതൽ 5:40 വരെ ഇരിക്കന്നെ. അതിലിടക്ക് 1 മണിക്കാണ് നീക്കുക. അത് 20 മിനിറ്റോളട്ടോ സമയം ഭക്ഷണം കഴിക്കാൻ. അപ്പം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. മൂത്രയിക്കാൻ ഇതൊക്കെ നീച്ചു പോട്ടെ, അതിനപ്പം തന്നെ മൂത്രയിക്കല. ഉച്ചക്ക് നീച്ച മൂത്രയിക്കും, കൈ കഴുകി ഭക്ഷണം കഴിക്കും. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ 2 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഫോണിനായിട്ട് ഇടക്ക് വീഡിയോ എടുക്കല്. അപ്പം തന്നെ പേടിയാണ്, ക്യാമറ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരതിനെന്തേലും പറഞ്ഞാലോ വെച്ച്. അപ്പം അതാ ഉപ്പേരി ആവുന്നുണ്ട്, ചോറ് വാർപ്പിച്ചിട്ടുണ്ട്, ചാറ് തലേന്നത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂട്ടാനായിട്ടോ അടുപ്പിൻ്റെ 4 കാലുണ്ടായി. ഇപ്പോൾ 1 കാല് പോന്നിക്കുക. അപ്പോൾ അവിടെ കല്ല് വെച്ചിട്ടോ, ഒന്നും അധികം വെക്കാൻ പറ്റില്ല. ചോറ് മുക്കന്നെ ചെരിഞ്ഞായിരിക്കുക. 4 കാലത്ത് 1 കാല് കൊടുക്കാം. ഒരു ചെറിയൊരു കല്ലിൻ്റെ ആക്കി, കല്ല് ചൂടാണ്. അത് ഒരു ദിവസം കഴുകുമ്പോൾ കൊണ്ട് പോകുന്നു കച്ചിക്കൂടെ. പുട്ടും ചായ റെഡി. കുടി കഴിഞ്ഞു. അതാ തലേന്നത്തെ ചാറ്